ഹലോ, പത്രമാറ്റിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനി ആദർശനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മോനെ, നയനമോൾ ചെക്ക് കൊടുത്താൽ വാങ്ങുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ബാങ്കിൽ പോയി കുറച്ച് പണം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് 1 കോടി രൂപയുണ്ട്. ദേവയാനി ഇങ്ങനെ പറയുമ്പോൾ, അമ്മേ, ഇത്രയും പണമൊന്നും നയനം സ്വീകരിക്കാൻ പോകുന്നില്ലെന്ന് പറയുകയാണ് ആദർശ്. അറിയാം മോനെ, അതുകൊണ്ട് ഞാനിത് നയനയുടെ കയ്യിലല്ല, നയനയുടെ വീട്ടിൽ ചെന്ന് ഗോവിന്ദനെയും കനകയെയും ഏൽപ്പിക്കാൻ പോവുകയാണ്. ഈ കാശ് കൊണ്ട് അവർ പുതിയ വീട് വാങ്ങുകയോ നന്ദുവിൻ്റെ കല്യാണം നടത്തുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ദേവയാനി പണമടങ്ങിയ പെട്ടി തൻ്റെ മുറിയിൽ കൊണ്ടുപോയി വയ്ക്കുന്നുണ്ട്. ഇതൊക്കെ മാറി നിന്ന് കേൾക്കുകയാണ് അനാമിക. അപ്പോൾ വല്യമ്മ നയനയുടെ വീട്ടുകാരെ സഹായിക്കാൻ പോവുകയാണ്. ഈ പണം ഒരിക്കലും നയനയുടെ വീട്ടിൽ എത്തരുത്. 1 കോടിയൊക്കെ കയ്യിൽ കിട്ടിയാൽ അവളുടെ വീട്ടുകാർ രക്ഷപ്പെടും. അത് സംഭവിക്കാൻ പാടില്ല എന്ന് വിചാരിച്ച് അനാമിക ദേവയാനിയുടെ റൂമിലേക്ക് നടക്കുകയാണ്. ഭാഗ്യം, വല്യമ്മ കുളിക്കാൻ പോയെന്ന് തോന്നുന്നു. ഇതാണ് പറ്റിയ സമയം. സോറി വല്യമ്മേ, ഈ പണം ഞാൻ ഇങ്ങെടുക്കുക. കാരണം പണത്തിന് അവളുടെ വീട്ടുകാരെക്കാൾ അത്യാവശ്യം എൻ്റെ വീട്ടുകാർക്കാണ് എന്ന് പറഞ്ഞ് അനാമിക ആ പണത്തിൻ്റെ പെട്ടിയെടുത്ത് തൻ്റെ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അനാമിക പണമായി പോകുന്നത് അബി മാറി നിന്ന് കാണുന്നുണ്ട്. അബി കാര്യം ജലജയോടാണ് പറഞ്ഞു കൊടുക്കുന്നത്. അനാമിക നമ്മളെക്കാൾ വലിയ കള്ളിയാണെന്ന് എനിക്ക് നേരത്തെ മനസ്സിലായതാടാ. ഇത്രയും കാലത്തിനിടെ നമ്മൾ ഈ വീട്ടിൽ താമസിച്ചിട്ട് 1 കോടി പോയിട്ട് 1 രൂപ പോലും ഇതുവരെ മോഷ്ടിക്കാൻ പറ്റിയിട്ടില്ല എന്ന് ജലജ പറയുമ്പോൾ, അതേ അമ്മേ. അങ്ങനെ അനാമിക നമ്മളെ കടത്തിവിട്ടി. ഇന്നലെ കയറി വന്നവൾ ആ പണം കൊണ്ട് പോകുന്നു. അമ്മയ്ക്ക് എന്ത് വില കൊടുത്തും അത് തടയാൻ പറ്റുമോ? നമുക്ക് കിട്ടേണ്ട കാശാണ് ഇന്നലെ വന്നൊരുത്തി കട്ടുകൊണ്ട് പോകുന്നത് എന്നൊക്കെ അബി പറയുന്നുണ്ട്. അനാമിക ആ കാശ് മുറിയിൽ വെച്ച ശേഷം തൻ്റെ അമ്മയെ കോൾ ചെയ്യാനായി പുറത്തേക്ക് വരുന്നുണ്ട്. അമ്മേ, നമ്മുടെ കഷ്ടപ്പാടൊക്കെ തീരാൻ പോവുകയാണ്. നയനയുടെ വീട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടി വല്യമ്മ കുറച്ച് കാശ് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി 1 കോടി രൂപയുണ്ട്. അതിപ്പോൾ ഞാൻ കൈക്കലാക്കി അമ്മേ. ഇപ്പോൾ തന്നെ ഞാൻ അത് വീട്ടിലേക്ക് കൊണ്ടുവരാം എന്ന് അനാമിക പറയുമ്പോൾ, മോളെ, നീ പറയുന്നത് സത്യമാണോ? ഇപ്പോഴാണ് നീ എൻ്റെ മകളായത്. ഞാൻ ആഗ്രഹിച്ച കാര്യമാണ് നീ നടത്തിയത്. ഇതറിഞ്ഞാൽ വേണുവേട്ടൻ ഒരുപാട് സന്തോഷിക്കും. പിന്നെ ഒരു കാരണവശാലും നീ ഈ കാശ് കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. അവിടെയുള്ളവർക്ക് നിന്നെ സംശയം തോന്നിയാലോ? അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങോട്ട് വന്ന് ആ കാശ് വാങ്ങിച്ച് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞ് രേവതി ഫോൺ വയ്ക്കുകയാണ്. പക്ഷേ അപ്പോഴേക്കും അനാമിക മുറിയിലില്ലാന്ന് കണ്ട് അബി പണവും എടുത്തുകൊണ്ട് തൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. മോനെ, നീ ഈ പണം ഇവിടെ സൂക്ഷിക്കണ്ട. പണം കാണുന്നില്ലെന്ന് എല്ലാവരും പറയുമ്പോൾ നിൻ്റെ ഭാര്യ എന്ന് പറയുന്നവൾ എൻ്റെ പേര് പറഞ്ഞെന്ന് വരും. അതുകൊണ്ട് നീ ഈ പണം കൊണ്ടുപോയി ബാങ്കിലിട്ടേക്ക്. അപ്പോൾ നമ്മളെ ആരും സംശയിക്കില്ല എന്ന് ജലജ പറഞ്ഞത് കേട്ട് അബി ആ പണവുമായി അവിടുന്ന് പോവുകയാണ്. പിന്നീട് ദേവയാനി മുറിയിലോട്ട് ചെന്നപ്പോൾ താൻ എടുത്തു വെച്ച പണം നഷ്ടപ്പെട്ടെന്ന് അവൾക്കും മനസ്സിലായി. മോനെ ആദർശേ, നീ കണ്ടായിരുന്നോ ഞാനിവിടെ വെച്ച കാശ്? അതിപ്പോൾ കാണുന്നില്ലടാ. ഞാൻ കുളിക്കാൻ പോയതായിരിക്കണം എന്ന് ദേവയാനി പറയുമ്പോൾ, അമ്മേ, ഞാൻ അമ്മയുടെ മുറിയിൽ നേരത്തെ വന്നതേ ഉള്ളൂ. പിന്നെ ഞാനിവിടെ കയറിയിട്ടില്ല. അമ്മ ശരിക്കൊന്ന് ആലോചിച്ച് നോക്കിക്കേ എവിടെയാ വെച്ചതെന്ന്. ചിലപ്പോൾ അച്ഛനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടാകും എന്ന് പറയുകയാണ് ആദർശ്. ആ സമയം അച്ഛൻ അവിടെ വന്നപ്പോൾ ദേവയാനി അച്ഛനോട് പണം എടുത്തായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ലല്ലോ ദേവയാനി, ഞാനിപ്പോൾ വന്ന് കയറിയതല്ലേ ഉള്ളൂ. നീ നയനമോളുടെ വീട്ടുകാരെ സഹായിക്കാൻ തീരുമാനിച്ചതുപോലും ഞാൻ അറിഞ്ഞിട്ടില്ല. പിന്നെ അച്ഛൻ പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് നയന അവിടേക്ക് വരുന്നുണ്ട്. എന്തിനാമേ എൻ്റെ വീട്ടുകാരെ സഹായിക്കുന്നേ? അതുകൊണ്ടല്ലേ അമ്മയ്ക്കിപ്പോൾ അമ്മയുടെ പണം നഷ്ടമായത്? ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് കാശൊന്നും വേണ്ടാന്ന്. അങ്ങനെ നയന പറയുമ്പോൾ, ഞാൻ ഒരു കാര്യം മനസ്സിൽ തീരുമാനിച്ചാൽ അത് നടത്തും മോളെ. എന്നാലേ എനിക്ക് സമാധാനം കിട്ടൂ. എൻ്റെ മക്കളുടെ വീട്ടുകാർക്ക് വേണ്ടി ഞാൻ ഇതെങ്കിലും ചെയ്യണ്ടേ? ഇല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത് എന്ന് പറഞ്ഞ് ദേവയാനി അവിടുന്ന് പോകുന്നുണ്ട്. ആ സമയം രേവതി കാശ് വാങ്ങാനായി ആ വീട്ടിലേക്ക് കയറി വരികയാണ്. ആരും കാണാതെ അനാമികയോട് അവർ സംസാരിക്കുന്നുണ്ട്. മോളെ, ആർക്കും സംശയമൊന്നും തോന്നിയില്ലല്ലോ? കാശ് ഭദ്രമായി നിൻ്റെ റൂമിൽ തന്നെ അല്ലേ ഉള്ളത് എന്ന് രേവതി ചോദിക്കുമ്പോൾ, വല്യമ്മ കൊണ്ടുവച്ച 1 കോടി അതുപോലെ തന്നെ എൻ്റെ റൂമിൽ വെച്ചിട്ടുണ്ടമ്മേ. ഇനി ആ നയനയെ വല്യമ്മ സഹായിക്കുന്നത് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ് അനാമിക. പക്ഷേ അതൊക്കെ പിന്നിൽ നിന്ന് ദേവയാനി കേൾക്കുന്നുണ്ടായിരുന്നു. വാ മോളെ,
നമുക്ക് നിൻ്റെ റൂമിലേക്ക് പോകാം. ആ കാശ് ഇപ്പോൾ തന്നെ നമ്മുടെ വീട്ടിൽ എത്തിക്കണ്ടേ? ഇല്ലെങ്കിൽ ഇവിടെ നമ്മളെ പ്രതിയാക്കാൻ ആൾക്കാരുണ്ടല്ലോ എന്ന് പറഞ്ഞ് രേവതി തിരിഞ്ഞു നോക്കിയപ്പോൾ ദേവയാനി പിന്നിൽ നിൽക്കുന്നത് അവർ കാണുകയാണ്. ആരുടെ കാര്യമാണ് രേവതി അനാമികയുമായി നീ ചർച്ച ചെയ്യുന്നത്? 1 കോടിയുടെ കാര്യമൊക്കെ പറയുന്നത് കേട്ടല്ലോ എന്ന് ദേവയാനി ചോദിക്കുമ്പോൾ, അതെൻ്റെ അച്ഛൻ 1 കോടി രൂപ എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കാര്യമാവില്ലേമേ എന്ന് അനാമിക കള്ളം പറയുന്നുണ്ട്. നുണ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ലെന്ന് നീ കരുതിയോ? നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. നയനയുടെ വീട്ടുകാരെ സഹായിക്കാൻ ഞാൻ കൊണ്ടുവച്ച കാശാ അത്. ഞാൻ കുളിക്കാൻ പോയ സമയത്ത് നീ ആയിരുന്നല്ലേ അനാമികയെ അത് അടിച്ചു മാറ്റിയത്? ഞാൻ ഈ കാര്യം എല്ലാവരെയും അറിയിക്കാൻ പോകുക എന്ന് പറഞ്ഞ് ദേവയാനി അനാമികയോട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. അത് വല്യമ്മേ, ഒരു തെറ്റു പറ്റിപ്പോയി. ഈ പ്രാവശ്യത്തേക്ക് വല്യമ്മ ഒന്ന് ക്ഷമിക്കണം. ഞാൻ മോഷ്ടിച്ച കാര്യം ഈ വീട്ടിലെ ആരോടും പറയല്ലേ. പിന്നെ ഈ വീട്ടിൽ യാതൊരു വിലയും ആരും എനിക്ക് തരില്ല. ഇതറിഞ്ഞാൽ അനി പോലും എന്നെ ഭാര്യയായി കാണില്ല. അനിയെ സ്വന്തം മകനെ പോലെയാണല്ലോ വല്യമ്മ കാണുന്നത്. അതുകൊണ്ട് അനിയുടെ ഭാവിയെ ഓർത്ത് വല്യമ്മ ഇപ്പോൾ പ്രശ്നമുണ്ടാക്കലേ. ഞാൻ ആ പണം എടുത്തതുപോലെ തന്നെ തിരിച്ച് വല്യമ്മയുടെ റൂമിൽ കൊണ്ടുപോയി വെച്ചുകൊള്ളാം എന്ന് അനാമിക ദേവയാനിയോട് കരഞ്ഞു പറയുന്നുണ്ട്. അത് കേട്ട് ദേവയാനി, ശരി, നിന്റെ കള്ളക്കരച്ചിൽ കണ്ട് മനസ്സലിഞ്ഞിട്ടൊന്നുമല്ല ഞാൻ മകനെ പോലെ കാണുന്ന അനിമോൻ്റെ ഭാര്യയായിപ്പോയി നീ. അതുകൊണ്ട് മാത്രമാണ്. ഇല്ലായിരുന്നുവെങ്കിൽ നിന്റെ കള്ളത്തരം എല്ലാവരെയും വിളിച്ചറിയിച്ച് ഞാൻ നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടേനെ എന്ന് പറഞ്ഞ് ദേവയാനി ദേഷ്യപ്പെടുന്നുണ്ട്. ദേവയാനി പോയ ശേഷം ഭാഗ്യം ഇക്കാര്യം ആരെയും അറിയിക്കില്ലെന്ന് വല്യമ്മ പറഞ്ഞിട്ടുണ്ട്. കാശ് കിട്ടിയില്ലെങ്കിലും എൻ്റെ അഭിമാനത്തിന് കോട്ടം തട്ടിയില്ലല്ലോ. അമ്മ വന്നതാ കുഴപ്പമായത്. ഇല്ലെങ്കിൽ ഞാൻ തന്നെ ഈ പണം ആരും അറിയാതെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നേനെ എന്ന് അനാമിക പറയുന്നുണ്ട്. അതിനിപ്പോൾ ഞാനറിഞ്ഞോ മോളെ, നിന്റെ വല്യമ്മയ്ക്ക് ഒളിച്ചിരുന്ന് കേൾക്കുന്ന സ്വഭാവമുണ്ടെന്ന്? എന്തായാലും സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. നീ മുറിയിൽ പോയി ആ പണം എടുത്ത് അവരുടെ മുറിയിൽ കൊണ്ടുപോയി വെച്ചേക്ക് എന്ന് രേവതി പറയുമ്പോൾ അനാമിക പെട്ടെന്ന് തന്നെ റൂമിലേക്ക് ചെല്ലുകയാണ്. അവിടെ മൊത്തം നോക്കിയിട്ട് അനാമിക കൊണ്ടുവച്ച പണം അവിടെ കാണാനായില്ല. അയ്യോ അമ്മേ, ഞാനിവിടെ വെച്ച പണം കാണാനില്ല. ഇത് ആരായിരിക്കും എടുത്തത്? ഇത് ഞാൻ വല്യമ്മയോട് പറയുമ്പോൾ ആരോ ഇവിടുന്ന് എടുത്തോണ്ട് പോയെന്നാ തോന്നുന്നേ. എനിക്ക് എന്തൊക്കെയോ ആലോചിച്ചിട്ട് ടെൻഷനാകുന്നു അമ്മേ എന്ന് പറഞ്ഞ് കരയുകയാണ് അനാമിക. കുറേ നേരമായിട്ടും അനാമിക പണം കൊണ്ടുവന്ന് തരാത്തതിനാൽ കലിതുള്ളി നിൽക്കുകയാണ് ദേവയാനി. ദേഷ്യം വന്ന ദേവയാനി അനാമികയുടെ റൂമിൽ പോയി, എൻ്റെ പണം എവിടെയടി? നിന്നോടല്ലേ ചോദിച്ചേ? നിന്നോട് കുറച്ച് കരുണ കാണിച്ചപ്പോൾ നീ അത് മുതലെടുക്കുന്നോ? പണം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് എത്ര സമയമായി എന്ന് ചോദിച്ച് ദേവയാനി അനാമികയെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അത് വല്യമ്മേ, എൻ്റെ കയ്യിൽ നിന്ന് ആ പണം നഷ്ടപ്പെട്ടു. ആരാ എടുത്തതെന്ന് സത്യമായിട്ട് എനിക്ക് അറിയില്ല വല്യമ്മേ എന്ന് അനാമിക പറയുമ്പോൾ തന്നെ ദേവയാനി അവളുടെ മുഖത്തടിക്കുകയാണ്. മുഖത്ത് നോക്കി കള്ളം പറയുന്നോടി. ഈ വീട്ടിൽ നീയും നിൻ്റെ അമ്മയും അല്ലാതെ മറ്റാരും മോഷ്ടിക്കില്ല. നീ പറഞ്ഞ കള്ളങ്ങളൊക്കെ ഞാൻ വെള്ളം പോലെ വിശ്വസിക്കുമെന്ന് നീ കരുതിയോ? അങ്ങനെ പറഞ്ഞ് ദേവയാനി അനാമികയെ അടിക്കുന്നുണ്ട്. ഇത് കണ്ട് വീട്ടിലെല്ലാവരും ഓടി വരികയാണ്. ദേവയാനി, നീ എന്താ ഈ കാണിക്കുന്നേ? അനാമിക മോളെ എന്തിനാ നീ അടിക്കുന്നേ? ഇത് ജാനകി എങ്ങാനും കണ്ടാലും ഉണ്ടല്ലോ, നിന്നെ പിന്നെ വെച്ചേക്കില്ല എന്ന് ജയേട്ടൻ പറയുമ്പോൾ, ഞാൻ ഇവളെ അടിച്ചിട്ടുണ്ടെങ്കിലേ അതിന് തക്കതായ കാരണമുണ്ട് ജയേട്ടാ. എൻ്റെ 1 കോടി രൂപയാണ് ഇവൾ മുറിയിൽ കയറി എടുത്തോണ്ട് പോയത്. ഈ നിൽക്കുന്ന അനാമിക തന്നെയാണ് മോഷ്ടിച്ചത് എന്ന് ദേവയാനി അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഏടത്തി പറഞ്ഞത് ശരിയാണോ? അനാമിക മോളെ, നീയാണോ ഏടത്തിയുടെ കാശെടുത്തത് എന്ന് ചോദിച്ച് ജാനകി എത്തുകയാണ്. അമ്മേ, ഞാൻ കാശെടുത്തു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ കാശ് എൻ്റെ മുറിയിൽ നിന്ന് ആരോ എടുത്തോണ്ട് പോയി. ഞാൻ പറയുന്നത് സത്യമാണ്, എന്നെ ഒന്ന് വിശ്വസിക്ക്. ഇങ്ങനെ അനാമിക പറയുമ്പോൾ ജാനകിയും അവളെ അടിക്കുകയാണ്. മോഷ്ടിച്ചതും പോരാ, എന്നിട്ട് വീണ്ടും കള്ളം പറയുന്നോടി. ഏടത്തിയുടെ പണം തിരിച്ചു കൊടുക്കാനല്ലേ നിന്നോട് പറഞ്ഞത്? നീ എൻ്റെ മോൻ്റെ ഭാര്യയാണെങ്കിൽ ആ പണം ഉടനെ തിരിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ നിനക്ക് ഈ വീട്ടിൽ യാതൊരു സ്ഥാനവും ഉണ്ടാകില്ല. നീ എൻ്റെ മരുമകളാന്ന് അംഗീകരിക്കാൻ പോലും എനിക്കിനി പറ്റില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ജാനകി. എൻ്റെ മോള് പറഞ്ഞത് സത്യമാണ്. ആ പണം ഈ വീട്ടിലുള്ള മറ്റാരോ ആണ് മോഷ്ടിച്ചത്. എനിക്ക് ഈ നിൽക്കുന്ന നവ്യയാണ് സംശയം. പെരുമാറേണ്ട രീതിയിൽ പെരുമാറിയാൽ ഇവളെല്ലാ സത്യങ്ങളും പറയുമെന്ന് പറഞ്ഞ് രേവതി നവ്യയെ പ്രതിയാക്കുകയാണ്. ദേ പെണ്ണുമ്പിള്ളെ, വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ. എനിക്ക് പണത്തിനോട് ആർത്തിയുണ്ടായിരുന്നു, അത് ശരിയാണ്. പക്ഷേ അത് മുൻപായിരുന്നു. ഇപ്പോൾ എനിക്ക് എൻ്റെ കുടുംബവും ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുമാണ് വലുത്. നിങ്ങളുടെ മകളെ പോലെ ഏതു നേരവും മോഷ്ടിക്കാൻ നടക്കുന്നവളല്ല ഞാൻ എന്ന് നവ്യ അവർക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ജലജ ഒന്നും മിണ്ടാതെ നിൽക്കുന്നതാ ഇപ്പോൾ നല്ലത്. ഇല്ലെങ്കിൽ എൻ്റെ മോനും ഞാനും അകത്താകും. അനാമികയുടെ മുറിയിൽ കയറി കാശെടുത്തത് എൻ്റെ മോനാണെന്ന് എല്ലാവരും അറിയും എന്ന് മനസ്സിൽ പറയുകയാണ്.
എനിക്ക് എൻ്റെ കാശ് കിട്ടിയേ പറ്റൂ, ഇല്ലെങ്കിൽ അനാമികയും രേവതിയും ഇവിടുന്ന് എങ്ങോട്ടും പോകില്ല. എൻ്റെ വീട്ടുകാർ എനിക്ക് തന്നുവിട്ട കാശാണത്. എൻ്റെ അച്ഛൻ സമ്പാദിച്ച പണം. അത് ഇന്നലെ കയറി വന്നവൾക്ക് കൊണ്ടുപോകാനുള്ളതല്ല. എനിക്ക് കരൾ ദാനം ചെയ്തവളുണ്ട്, അവൾക്ക് കൊടുക്കാനുള്ളതാണ് ആ പണം. എനിക്കത് കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞ് ദേവയാനി ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അത് കേട്ട് മുത്തശ്ശി വന്ന് അനാമിക മോൾ ആ പണം തിരിച്ചു കൊടുത്തേ പറ്റൂ. ദേവയാനിയുടെ വീട്ടുകാർ അവൾക്ക് കൊടുത്തുവിട്ട പണമാ അത് അനാമിക്ക് എന്താ അവകാശമുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. മുത്തശ്ശി ആ പണം കാണുന്നില്ല. ഞാൻ പണം എടുത്തത് ഈ വീട്ടിലുള്ള ആരോ കണ്ടെന്ന് തോന്നുന്നു. അയാളാണ് ആ പണം കൊണ്ടുപോയത് എന്ന് അനാമിക പറയുമ്പോൾ, ആ കള്ളൻ ആരായാലും ശരി, അവനൊരു കാലത്തും ഗതി പിടിക്കില്ല. അവനിനി അനുഭവിച്ചിരിക്കും എന്നൊക്കെ രേവതി അവനെ ശപിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ട് വല്ലാതായി നിൽക്കുകയാണ് അഭിയും ജലജയും. ഇതൊക്കെ കേട്ടുകൊണ്ടാണ് മുത്തശ്ശൻ അങ്ങോട്ട് എത്തുന്നത്. അച്ഛാ, എൻ്റെ പണം എടുത്തത് ഈ നിൽക്കുന്ന അനാമിക തന്നെയാണ്. അത് വാങ്ങിക്കാൻ വേണ്ടിയാണ് രേവതി ഇങ്ങോട്ട് വന്നത്. അവരുടെ വായിൽ നിന്ന് തന്നെ കേട്ടവളാ ഞാൻ. ഇനിയും എന്നെ ആരും പറ്റിക്കാൻ നോക്കണ്ട. ഇക്കാര്യം ആരെയും അറിയിക്കാതെ ഞാൻ അവരെ രക്ഷിക്കാൻ നോക്കിയതാ. അതിനുള്ള ശിക്ഷയാണ് ഇവർ എനിക്ക് തന്നത്. അനാമിക എന്നെ ചതിച്ചു. അവൾ എൻ്റെ പണം തിരിച്ചു തരാൻ ഇനിയും തയ്യാറായില്ലെങ്കിൽ ഞാൻ ഉറപ്പായും പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോവുകയാണ്. ആദർശേ, 1-2 രൂപയല്ല അനാമിക എടുത്തിരിക്കുന്നത്, 1 കോടിയാണ്. അത് നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ. നീ പോലീസിനെ വിളിക്കടാ. ഇവരെ കൊണ്ടുപോയി 4 പിട കിട്ടുമ്പോൾ ഇവർ സത്യം പറഞ്ഞോളും എന്ന് പറയുകയാണ് ദേവയാനി. ദേവയാനി കടുത്ത തീരുമാനത്തിലോട്ട് പോകാൻ വരട്ടെ. അനന്തപുരിയിലെ മരുമകളെ പെരും കള്ളിയാണെന്ന് പുറലോകം അറിഞ്ഞാൽ എന്താകും അവസ്ഥ? ഒരു നിമിഷം കൊണ്ടാണ് തറവാടിൻ്റെ അന്തസ്സ് ഇല്ലാതാവാൻ പോകുന്നത്. ഒരവസരം കൂടി നീ അനാമികയ്ക്ക് നൽകണം. 24 മണിക്കൂറിനുള്ളിൽ അനാമിക ആ പണം മൊത്തം ദേവയാനിയുടെ മുറിയിൽ കൊണ്ടുപോയി വെച്ചിരിക്കണം. ഇല്ലെങ്കിൽ അനാമികയുടെ പേരിൽ കേസ് കൊടുക്കാൻ പോകുന്നത് ഈ ഞാൻ തന്നെയായിരിക്കും. അപ്പോൾ കുടുംബത്തിൻ്റെ അന്തസ്സും അഭിമാനവും ഒക്കെ ഞാൻ അങ്ങ് മറന്നെന്ന് വരും എന്ന് മറുപടി കൊടുത്ത് മുത്തശ്ശൻ ദേഷ്യത്തിൽ റൂമിലേക്ക് പോവുകയാണ്. അനാമിക കേട്ടല്ലോ, അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് 1 ദിവസത്തെ സമയം ഞാൻ നിനക്ക് തരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നിന്നെ അറസ്റ്റ് ചെയ്യാൻ ഇവിടെ പോലീസ് എത്തും. പോലീസുകാർ വന്നാൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ എന്ന് ചോദിച്ച് ദേവയാനി ദേഷ്യപ്പെടുന്നുണ്ട്. എടി, നിനക്ക് മതിയായില്ലേ? ഇതിലും ഭേദം നീ ഒരു കത്തി എടുത്തോണ്ട് വന്ന് എന്നെ അങ്ങ് കുത്തിക്കൊല്ല്. നീ കാരണം തല താഴ്ത്തി നിൽക്കേണ്ട അവസ്ഥയാണ് എനിക്കും എൻ്റെ മോനും എന്ന് പറഞ്ഞ് ജാനകി അനാമികയുടെ മുഖത്തടിക്കുകയാണ്. ജാനകി, വേണ്ട. അവൾക്കുള്ളതൊക്കെ ദേവയാനി കണക്കിന് കൊടുത്തിട്ടുണ്ടല്ലോ. നീ ഒറ്റയൊരുത്തി കാരണമാണ് അനാമികയെ ഇവിടുത്തെ മരുമകളായി കൊണ്ടുവന്നത്. നീയും ഇതിന് അനുഭവിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് ജാനകിയുടെ ഭർത്താവ് ജാനകിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഇതെല്ലാം കേട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അനാമിക. ഇനി നമ്മൾ എന്ത് ചെയ്യും അമ്മേ? പണം എടുത്തുകൊണ്ട് പോയത് തിരിച്ചു കൊണ്ടുവച്ചല്ലേ പറ്റൂ. എൻ്റെ കയ്യിൽ കാശില്ല. അച്ഛൻ്റെ അടുത്തും ഇത്രയും പണം കാണില്ല. അനിയുടെ അമ്മ എന്നെ ഒരു കള്ളിയായിട്ടല്ലേ ഇപ്പോൾ കാണുന്നതെന്ന് അനാമിക രേവതിയോട് പറയുന്നുണ്ട്. ആ സമയം നവ്യ അഭിയെയും ജലജയും റൂമിലേക്ക് വിളിക്കുകയാണ്. അനാമികയും അവളുടെ അമ്മയും കഴിഞ്ഞാൽ ഈ വീട്ടിൽ മോഷ്ടിക്കുന്ന സ്വഭാവം നിനക്കും നിന്റെ അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ. അനാമിക മോഷ്ടിച്ച കാശൊക്കെ നീ തന്നെയായിരിക്കും എടുത്തത്. ആ പണം എൻ്റെ വീട്ടുകാരെ സഹായിക്കാനാണ് അമ്മായി കൊണ്ടുവച്ചത്. ആ പണം എത്രയും പെട്ടെന്ന് നീ അമ്മയുടെ റൂമിൽ കൊണ്ടുവച്ചേ മതിയാകൂ. അതാ നിങ്ങൾക്ക് നല്ലത്. ഇല്ലെങ്കിൽ നിന്റെ അമ്മ ഒരിക്കൽ മോഷ്ടിച്ച വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. ഞാനത് എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. അപ്പോൾ ഈ പണവും മോഷ്ടിച്ചത് നിങ്ങൾ തന്നെയാണെന്ന് എല്ലാവർക്കും മനസ്സിലാകും. ഞാനത് ചെയ്യണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് നവ്യ അവിടുന്ന് പോകുന്നുണ്ട്. അതൊക്കെ കേട്ട് ജലജ ആകെ പേടിച്ചു നിൽക്കുകയാണ്. മോനെ, ആ പണം ദേവയാനിയുടെ മുറിയിൽ തന്നെ കൊണ്ടുവച്ചേക്ക്. ഏതായാലും നമ്മൾ കള്ളന്മാരാകില്ലല്ലോ. നവ്യ ഇതൊന്നും പറയാനും പോകുന്നില്ല. അതുകൊണ്ട് നല്ല തല്ലും വഴക്കുമൊക്കെ ആ അനാമികയ്ക്ക് തന്നെ കിട്ടിക്കോളും എന്ന് ജലജ പറഞ്ഞത് കേട്ട് അഭി അതുപോലെ ചെയ്യുകയാണ്. അടുത്ത ദിവസം മുറിയിൽ പണം വച്ചിരിക്കുന്നത് കണ്ട് ദേവയാനി ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അപ്പോൾ പറയേണ്ടതുപോലെ പറഞ്ഞാൽ നിനക്ക് അനുസരിക്കാൻ അറിയാം അല്ലേടി? നീ ഒരു കള്ളി മാത്രമല്ല, വലിയൊരു നുണച്ചി കൂടിയാണ്. സ്റ്റേഷനിൽ കൊണ്ടുപോകുമെന്നായപ്പോൾ ആരോടും മിണ്ടാതെ പണം കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവിടെ വന്നിരിക്കുകയാണോ? പെരുങ്കള്ളി എന്നൊക്കെ അനാമികയെ വിളിക്കുകയാണ് ദേവയാനി. ഞാനതിന് എപ്പോൾ പണം കൊണ്ടുവന്ന് വെച്ചു? ഇതാരായിരിക്കും നമ്മളോട് ഈ ചതി ചെയ്തത്? അയാളെ എൻ്റെ കയ്യിൽ കിട്ടട്ടെ, ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് അനാമിക.